ണെന്ന്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ വീണ്ടും ഞാൻ പറയുന്നു, എനിക്ക് ദുബായിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വില്ലയോ ഗോൾഡൻ വിസയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അത് ഫേക്ക് ന്യൂസാണ്. അതൊരു എന്താ പറയുക, എന്നെ കൺസിഡർ ചെയ്ത കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനും അതുപോലെ തന്നെ റോയ് സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഒക്കെ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. കാരണം 10 ലക്ഷം എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ടാണ്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് തന്ന റോയ് സാറിനും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനും ഒക്കെയുള്ള നന്ദി എത്രമാത്രം പറഞ്ഞാലും അത് എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. അപ്പം അതാണ് എനിക്ക് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ റോയ് സാറിനെ കാണാൻ പോകുന്നു, അതിൻ്റെയും ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം, എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയില്ലേ, ഇത്രയും ഞാൻ മനസ്സിലൊക്കെ ഇട്ട് ഇത്ര നാൾ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിനെയൊക്കെ നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നു. അത് തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഫീലാണ്. അപ്പോൾ ആ ഒരു ഫീല് ഇപ്പോൾ അത് കിട്ടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ശരിക്കും അതൊരു ഫീലാണ് സത്യത്തിൽ. കാരണം നമ്മളൊരു ബിഗ് ബോസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ 100 ദിവസം നിന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്നു. അതുപോലെ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ റോയ് സാറിൻ്റെയും ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ആൻഡ് ആ ഒരു പ്രഖ്യാപനം നടന്നു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ചെക്ക് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. അപ്പം താങ്ക്സ് ടു അബിൽ ബ്രോ, പിന്നെ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ടവർ. പെട്ടെന്ന് എൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് തന്നെ ചില പേരുകൾ മിസ്സായി പോവാണ്. ഈ പറയുന്ന പോലെ റിയാസ് സാറ്, പിന്നെ വിനീത് ബ്രോ, അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളോട് എനിക്ക് നന്ദി പറയാനുണ്ട്. അപ്പം ആദ്യത്തെ കാര്യം തന്നെയാണ് എനിക്ക് റോയ് സാറിനെ ഞാൻ കാണാൻ പോകുന്നു. എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരനെ ഇങ്ങനെ പിടിച്ചുയർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അതുകൂടാണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരമൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. അതൊരു വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കരുതുന്നത്. തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ പോലുള്ള ഒരു സാധാരണ ഗ്രാമത്തിലുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു, ഇന്ന് തന്നെ എനിക്ക് ചെക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക്സ് ടു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആൻഡ് റോയ് സാർ, പിന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളോടും താങ്ക്സ്. അബിൽ ബ്രോ. നിഷേട്ട, പൊതുവിലിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ ആരാധകർ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എന്താണ്? ഇപ്പോൾ സ്വീകരണമൊക്കെ കിട്ടി, ആഫ്റ്റർ ബിഗ് ബോസ് എന്താണ് ഫീൽ ചെയ്യുന്നത്? ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തന്നെയാണ്. ഇത്രമാത്രം ആളുകളുടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു കയറാൻ പറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. ബിഗ് ബോസിന് മുന്നേ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരാളും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു, സ്നേഹം പങ്കുവയ്ക്കുന്നു. അതൊക്കെ ഒരു മഹാ ഭാഗ്യമായിട്ട് കരുതാണ്. എന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് സന്തോഷിക്കാൻ ഇതിനപ്പുറം എന്ത് വേണം? അതിന് ഇപ്പം പറയില്ലേ നമ്മൾ എന്താ പറയുക, കേക്കിൻ്റെ മുകളിൽ ഐസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ റോയ് സാറിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സാധാരണക്കാരൻ എന്നെ വിളിച്ച് 10 ലക്ഷത്തിൻ്റെ ഒരു എമൗണ്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം കിട്ടാനില്ല. അതുപോലെ ഇപ്പോൾ ചില ന്യൂസുകൾ ഇപ്പോൾ വരും, അതുപോലെ വന്നതായിരുന്നു അനീഷേട്ടന് ഏതോ ആഡംബര വില്ലയുണ്ട് ഗൾഫിൽ, ആ ഒരു സമ്മാനമായി തരാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസുകൾ. അത് ഞാൻ ആദ്യം വിചാരിച്ചു പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചു. ഓൾറെഡി എനിക്കറിയാം അത് തെറ്റായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോകണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീണ്ടും എന്നെ അറിയുന്ന ആളുകളും അതുപോലെ തന്നെ അയച്ചു. അപ്പോഴും ഞാൻ വിചാരിച്ചു വേണ്ട എന്ന്. പക്ഷേ പിന്നീട് അതൊരു ലിമിറ്റ് വിട്ടു പോയപ്പോൾ എനിക്ക് തോന്നി അതിന് പ്രതികരിക്കണം എന്ന്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ വീണ്ടും ഞാൻ പറയുന്നു, എനിക്ക് ദുബായിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വില്ലയോ ഗോൾഡൻ വിസയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അത്
ഫേക്ക് ന്യൂസ് ആണ്. അതേപോലെ തന്നെ കുറെ വിമർശനങ്ങൾക്ക് അനീഷേട്ട ഉത്തരം പറയുന്നില്ല. അപ്പൊ അതാണ് കുറെ എന്താണ് PR-ന്റെ പേരിലുള്ള വിമർശനങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അനീഷേട്ടന് PR ഉണ്ട്, അതാണ് ഏറ്റവും വലിയ PR അനീഷേട്ടനാണ് എന്നൊക്കെ പറയുന്നത്. അതിന് ശരിക്കും അതിന്റെ സത്യാവസ്ഥ എന്താണ്? എനിക്ക് ഒരു തരത്തിലുള്ള PR-ഉം ഇല്ല. ഞാൻ പോകുമ്പോൾ, അതായത് നമ്മുടെ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഞാൻ ഒരാൾക്കും കൊടുക്കേ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫോൺ അവിടെ വെക്കുന്നു, ഹൗസിനുള്ളിലേക്ക് കയറുന്നു. പിന്നീട് എൻ്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിച്ചു. ആ ആളുകളുടെ സ്നേഹം കിട്ടി. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമുക്ക് എന്താ പറയുക, ബിഗ് ബോസിൽ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം കണ്ടിട്ടോ കുറേ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ സ്നേഹം കിട്ടി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നന്ദി മാത്രമേ ഉള്ളൂ. അല്ല, ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാണ്ടിരിക്കുന്നത്? സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തണ്ടേ എന്നുള്ളൊരു ബോധ്യമില്ലേ? ഒരുപാട് വിമർശനങ്ങൾ, ഒരു തരത്തിലും കഴമ്പില്ലാത്ത വിമർശനങ്ങൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രതികരിക്കേണ്ടതിന് പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാതെ എല്ലാ കാര്യത്തിലും വെറുതെ പ്രതികരിച്ചിട്ട് അതിങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതികരിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രതികരണം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഉണ്ടാവുക. ആവശ്യമില്ലാത്ത കഴമ്പില്ലാത്ത കാര്യങ്ങളിൽ ഏറ്റുപിടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പൊ അനീഷേട്ടന് ഇപ്പൊ എയർപോർട്ടിലടക്കം ആരെങ്കിലും ഏതെങ്കിലും കോൺടെസ്റ്റിനെ കുറിച്ച് ചോദിച്ചാലും അനീഷേട്ടൻ ഒന്നും സംസാരിക്കാറില്ല. ഈവൻ ഞാൻ മൂലം ഒരു പ്രശ്നം മറ്റുള്ളവർക്ക് ഉണ്ടാവരുത് എന്നുള്ള തീരുമാനത്തിന്റെ പുറത്താണോ അങ്ങനെ ആരെക്കുറിച്ചും പ്രതികരിക്കേണ്ട എന്നുള്ള ഒരു ഫീല് വന്നത്? ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എല്ലാവരായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ അവരായിട്ട് സൗഹൃദമാണ്. എനിക്ക് ആരുമായിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഞാൻ അവരെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത്? എല്ലാവരായിട്ടും നല്ല രീതിയിലുള്ള സൗഹൃദമായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ബിഗ് ബോസിന് ശേഷം ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ ഷാനവാസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാളെ ഇങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല, ഇന്നയാള് വിളിച്ചു എന്നൊന്നും പറയുന്നില്ല. നമ്മളുടെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം സൗഹൃദങ്ങളാണ്. അത് എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയോട് പറയാനോ അങ്ങനെ പറ്റില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഹൃദയത്തിൽ വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്ഷിപ്പും എന്ന് പറയുന്നത് വളരെ 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 ക്ലോസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിങ്ങനെ മീഡിയയ്ക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ